തണുക്കുന്നു തണുക്കുന്നു. അതെ, നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇവിടെ ന്യൂജേഴ്സിയിൽ തന്നെയുള്ള ഒരു മാളിലേക്കാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ നോക്കിക്കേ, ഫുള്ള് മഞ്ഞ്. അപ്പോൾ ഇന്നലെ ഇവിടെ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഫുൾ ഡേ മഞ്ഞ് മഴയായിരുന്നു. അതാരണം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കണതാണ് കാണാൻ സാധിക്കുക. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി മാളിലെ കാഴ്ചകളിലേക്ക് പോകാം. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ തണുപ്പ് മഞ്ഞൊക്കെയായി പിന്നെ പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ നടക്കില്ല. അപ്പോൾ ഇനി നമുക്കിനി മാളിലേക്ക് പോകാം. ഇവിടെ ഒരുപാട് മാളുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു മാള് കാണാൻ വേണ്ടിയിട്ട് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, മഞ്ഞ് പെയ്യണേൻ്റെയും പിന്നെ അതുപോലെ തന്നെ വണ്ടി ക്ലീൻ ചെയ്യണതൊക്കെ. അപ്പോൾ അന്ന് എടുത്ത വീഡിയോയാണ്ടോ ഇത്. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടോ നമുക്ക് പോകാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. കാരണം ഈ വണ്ടി ക്ലീൻ ചെയ്യാൻ നിന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, പിള്ളേർക്ക് എത്ര തണുപ്പാണെങ്കിലും മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ, അതിൽ കളിക്കുക, അതൊക്കെയാണ് പിള്ളേർക്ക് ഒരു നേരം പോക്ക്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് തന്നെയാണോ ഈ കാണുന്ന ഈ മഞ്ഞൊക്കെ. ആ പുല്ലൊക്കെ ഇങ്ങനെ പച്ചച്ച് കിടന്നേച്ചതൊക്കെ ഇപ്പോൾ വെളുത്തിരിക്കുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റോട്ടിലേക്ക് ഇറങ്ങിയാലും 2 സൈഡ് ഫുൾ മഞ്ഞാണ്. ഒരു നല്ലൊരു വെയിൽ വന്നാൽ തീരുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ സമയത്ത് -8 -7 ആ ഒരു ലെവലിലൊക്കെയാണ് തണുപ്പ് ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ടാണ് മഞ്ഞ് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടാ. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റേതായ ഒരു ഡെക്കറേഷനൊക്കെയാണ് ഈ കാണുന്നത്. നമ്മളപ്പോൾ ഇപ്പോൾ വന്നേക്കണത് ന്യൂജേഴ്സി തന്നെയുള്ള വെസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു മാളിലേക്കാണ്. ഇത് ന്യൂയോർക്കിനോട് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്ഥലമുള്ളത്. 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താനായിട്ട്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്ത് തണുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ പറയാതിരിക്കലാ ഭേദം. നമ്മളങ്ങനെ അതേ ഏതോ ഒരു എൻട്രൻസിലൂടെ നമ്മളിപ്പോൾ മാളിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഒന്നും അല്ല കേട്ടോ ഇത്. നമ്മളിപ്പോൾ തണുപ്പായതുകൊണ്ട് ഒരു കണക്കിന് കണ്ടുകൊടുത്ത് കൂടി കയറിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങടാ പോകേണ്ടതെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. 4 പാടും വഴികളാണ്. അങ്ങനെ ഏതോ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ട്. അതേ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് ഇതുമാതിരത്തെ കുറേ ഇങ്ങനെ റെഡ് കളറിലുള്ള ഇലകളാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് പ്ലാസ്റ്റിക് ആണെന്നിട്ട്. പക്ഷേ എങ്കിൽ ഇത് തൊട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ഒറിജിനലാണ്. കണ്ടു കഴിഞ്ഞാൽ പൂക്കൾ പോലെ തോന്നുമല്ലേ, പക്ഷേ എങ്കിൽ ഇത് ഇലകളാണ്ടോ റെഡ് കളറിൽ. എന്ത് രസമായിട്ടാണ് അതങ്ങനെ പിടിപ്പിച്ചേക്കണം. ഇങ്ങനെ വലിയ കാട്ടൊരു ചട്ടിയിൽ ഇതിങ്ങനെ ഒരുപാടുണ്ട്. നല്ല വലിപ്പത്തിലാണ് ഇത് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ നമ്മളിതേ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നടക്കുക, അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. പിന്നെ ഇപ്പോഴത്തെ സീസൺ ആയതുകൊണ്ട് തന്നെ കുറേ ഡെക്കറേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇത് കണ്ടില്ലേ, ക്രിസ്മസ് ന്യൂ ഇയറിൻ്റേതൊക്കെ ആയ ഒരുപാട് ഡെക്കറേഷൻസുകൾ ഇട്ട പല സ്ഥലങ്ങളിൽ ഈ മാളിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും ക്രിസ്മസ് ട്രീകളൊക്കെയാണ് കേട്ടോ കണ്ടത്. ക്രിസ്മസ് സ്റ്റാറോ അതുപോലെ തന്നെ പുൽക്കൂടുകളോ അതൊന്നും നമ്മൾ കണ്ടില്ല. അതിപ്പോൾ ഈ മാളിൽ തന്നെ ഇല്ല കേട്ടോ. ഏത് വീടുകളുടെ ഫ്രണ്ടിലായാൽ പോലും അങ്ങനെയുള്ള ഡെക്കറേഷനൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാറൊക്കെ വെക്കൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടോ. ഇവിടെ കൂടുതലും വീടുകൾ അലങ്കരിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ക്രിസ്മസ് ട്രീ വെക്കുക, അതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ മാളിലും കണ്ടേക്കണത്. ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ കണ്ടായിരുന്നേ. ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, ബാഗുകൾ, അങ്ങനത്തെയൊക്കെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വഴിയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മാളിൻ്റെ അകത്ത് തന്നെ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കടകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കടകളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കലായിരുന്നു പ്രധാന പണി. അതിപ്പോൾ എല്ലാവരും മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞ ആ കടകൾ ഇതേ ഇവിടെയൊക്കെയാണോ ഈ വഴിയുടെ ഒക്കെ നടുക്കായിട്ടാണ് ഈ ഷോപ്പുകൾ. കൂടുതലും ഇങ്ങനെ ആഭരണങ്ങൾ, അതുപോലെ തന്നെ ഈ മൊബൈൽ റിപ്പയറിങ്, മൊബൈലുമായി ബന്ധപ്പെട്ട ഐറ്റംസുകൾ, ഡ്രസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് ഈ വഴികളിൽ കാണാൻ സാധിക്കും കേട്ടോ. ഷോപ്പായിട്ടല്ല, ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. എന്തായാലും നല്ല ഭംഗിയുണ്ട്. എല്ലായിടത്തും എന്ത് തിരക്കാണെന്ന് അറിഞ്ഞാൽ. ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഷോപ്പിംഗ് നടത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് മാളിലൊക്കെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ആളുകൾ വാരി കൂട്ടിയാണ്ടോ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണത്. ഡ്രസ്സ് ഷോപ്പിലായാലും ചെരുപ്പ്, ബാഗ് എല്ലാം കൂടുതൽ ആളുകൾ ബ്രാൻഡഡ് ഷോപ്പുകളിലൊക്കെ കയറിയിട്ടാണ്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന തിരക്കുകളൊക്കെ.
അങ്ങനെ നമ്മൾ കുറേ നടന്നതിന് ശേഷം ദേ ആ നേരെ കാണുന്നതാണ്ട് ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ട്. അപ്പോൾ ഈ മാളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത് റെസ്റ്റോറൻറ്റുകളും ഫുഡ് കോർട്ടുകളുമാണ്. അപ്പോൾ ഇതൊരു ഫുഡ് കോർട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നുള്ള ഇതിലാണ് നമ്മളിവിടെ വന്നത്. എന്ത് വലിയ ഇതാണെന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ട്, എന്താ പറയുക, കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കാന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലവും. എന്തോരമാണ് ഇങ്ങനെ നിരന്ന് റെസ്റ്റോറൻറ്റുകളും ഇരിക്കാനായിട്ട് സീറ്റുകളും. പക്ഷേ എങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഒരു സീറ്റ് പോലും കാണണേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം ചുറ്റി നടന്നതിന് ശേഷമാണ് നമുക്ക് പിന്നെ ഒരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് തിരക്കായിരുന്നേ. ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു സീറ്റ് ഒഴിവാവണതും നോക്കി. നമ്മളങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് ചിക്കനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബണ്ണും പിന്നെ ഒരു മസാല ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ KFC ചിക്കൻ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഇവിടുത്തെ പോപ്പുലറായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ പോപ്പായിസ് എന്ന് പറയണത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിയത്. അതിനുശേഷം നമ്മളിതിപ്പോൾ ഒരു ചൈനീസ് ഡിഷാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു റൈസും ചിക്കന്, പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ, പിന്നെ അത് പഴംപൊരിയാണ് കേട്ടോ കിടക്കുന്നത്. പഴംപൊരി എന്ന് പറയാൻ പറ്റൂല, ഇങ്ങനെ ബനാന ഇങ്ങനെ ഒരു ഫ്രൈ ചെയ്ത പോലത്തെ ഒരു ഡിഷാണ്. പിന്നെ ഇതേമാതിരത്തെ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോക്ക് ഓർഡർ ചെയ്തു. പിന്നെ ഇത് ബബിൾ ടീ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ അതിന് ശേഷം മുകളിലത്തെ ഫ്ലോറിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ ആകെ 2 നിലകളുള്ളൂ കേട്ടോ ഈ ഒരു മാള്. മേളിൽ വന്നിട്ടാണെങ്കിലും എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ 4 പാടും വഴികളാണ്. എങ്ങോട്ട് പോകണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. ഇത് കണ്ടില്ലേ, 4 സൈഡിലും വഴികളാണ്. എല്ലായിടത്തും നല്ല തിരക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഒരു കാഴ്ച കണ്ടത്. ഒരാൾ ഒരു ട്രോളിയിൽ 4 പട്ടിക്കുഞ്ഞുങ്ങളെയായിട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്ക്. പക്ഷെ അത് കൂടാതെ അവരുടെ കൂടെ അവരുടെ കയ്യിൽ, വൈഫിൻ്റെ കയ്യിലാണ് തോന്നുന്നുണ്ട്, വേറൊരു പട്ടിക്കുഞ്ഞും ഉണ്ട്. അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ താഴേക്ക് നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ എന്തോ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് മേളിൽ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വായി നോക്കിക്കൊണ്ടിരുന്നു. വീണ്ടും മുന്നോട്ട് ഇങ്ങനെ നടന്ന് കൂടുതലായിട്ട് ഇവിടെ ഇപ്പോൾ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചേക്കണായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെയാണ് മെയിനായിട്ട് നടന്നുകൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ നടന്ന് ഇപ്പം ഇവിടെ കുറേ ചെയറുകളൊക്കെ കണ്ടിട്ട്, അപ്പോൾ പിന്നെ ഓർത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചാറിനെ മനുഷ്യന് നടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഇരിപ്പായി. അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെ ആ ചെയറിലൊക്കെ ആളുകൾ ഇരുന്നും കിടന്നൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മളും കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് അതിനുശേഷം വീണ്ടും നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതുമാതിരി ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ഉള്ളവരെ നമുക്കിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം. എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ കാണാൻ. ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ കുറേ സിനിമയുമായി ബന്ധപ്പെട്ട കുറേ പോസ്റ്ററുകളൊക്കെ കണ്ടായിരുന്നേ. ഇത് ഇപ്പോൾ ഇറങ്ങിയ സിനിമയ്ക്കാണെന്നാണ് കേട്ടോ തോന്നുന്നത്, എനിക്ക് കൂടുതൽ അറിയില്ല. അതുമ്പോൾ എൻ്റെ കുറേ ഇങ്ങനെ പോസ്റ്ററുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഹോം അലോൺ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ, ഇംഗ്ലീഷ് മൂവി, അതുമായി ബന്ധപ്പെട്ട എന്തോ കിച്ചൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ഇതും ഒരു മൂവിയുടെയാണ്. അങ്ങനെ ഓരോന്നൊക്കെ കണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ പാത്തുമായിട്ട് നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. എല്ലാവരും വന്ന് ഇങ്ങനെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ അതൊക്കെ എടുത്തു. അപ്പോൾ ഇതും ഒരു ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മാളിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അലങ്കരിച്ചേക്കണ കാണാനായിട്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പല വെറൈറ്റി ഫുഡുകളൊക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു. നമുക്ക് വയറും വേണ്ടേ കഴിക്കാനായിട്ട്. എന്തോരം വെറൈറ്റി ഫുഡുകളാണെന്ന് അറിഞ്ഞാൽ ഓരോരുത്തർ വന്ന് കഴിക്കണത്. അപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ കാണാൻ എന്ത് രസമാണ്. ഫുള്ളിങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട്, ഇതൊരു ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ്. അതിങ്ങനെ അലങ്കരിച്ചേക്കണൊക്കെ കണ്ടാലേ. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ഓരോ ഷോപ്പുകളും ഇങ്ങനെ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു കുട്ടികളുടെ ഗെയിമൊക്കെ കളിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിതിൻ്റെ അകത്ത് കയറണം. ഒരു എന്താ പറയുക, ഒരു ഫുൾ ഡേ അതിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ടിക്കറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ പക്ഷേ എങ്കിൽ നമുക്ക് അതിനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അതിനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളിതിൽ കയറാനൊന്നും നിന്നില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ പുറത്തൊക്കെ നിന്നോളൂ. അങ്ങനെ അത്തരം കുറേ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. മൊത്തമൊന്നും നമുക്ക് മാളിൻ്റെ കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഇത് എന്തോരോന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുക കുറേ ഉണ്ട് കേട്ടോ. എത്ര നടന്നാലും തീരാത്ത അത്ര വലിയൊരു മാൾ തന്നെയാണിത്. അങ്ങനെ
അങ്ങനെ നമ്മൾ കുറേ മുന്നോട്ട് പോയപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത്. ഇത് വേറൊരു ക്രിസ്മസിൻ്റെ ഫുള്ള് വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഇങ്ങനെ ഫുൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഫുള്ള് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ആണ്. ഏതെങ്കിലും ഇങ്ങനെ മഞ്ഞൊക്കെ പോലെ ഇങ്ങനെ വെച്ചേക്കണണ്ട. അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെയറിൽ ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനെ ഇരിപ്പുണ്ട്. നമുക്ക് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അതിന് ക്യാഷ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഒരാളവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. എന്നിട്ട് നമുക്ക് ആ അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ആളുകളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, എങ്കിലും 1-2 ആളുകളെയൊക്കെ നമ്മളവിടെ തിരക്കിൽ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ രീതിയിലല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമ്മുടേതായ രീതിയിൽ വീഡിയോയൊക്കെ എടുത്തു. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കോട്ട് വണ്ടിയിൽ വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും പാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് വണ്ടി എടുക്കാനൊക്കെ എന്തൊരു പാടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നേ. ഇപ്പോൾ ഈ മഞ്ഞൊക്കെ ആയതുകൊണ്ട് ആളുകളെല്ലാവരും എനിക്ക് തോന്നണം മാളിലേക്കാണ്ടോ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കണം ഇത്ര തിരക്ക്. ഈ മാളിൽ വന്നേക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ലൊരു മാളാണ്. ന്യൂജേഴ്സിയിൽ ഒരുപാട് മാളുകളുണ്ട് കാഴ്ചകൾ കാണാനാണെങ്കിൽ. മാളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാഴ്ചകളൊക്കെ. എങ്കിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മാളുകൾ നമ്മുടെ ന്യൂജേഴ്സിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ വരാം. അപ്പോൾ അതേ നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ മഞ്ഞിൻ്റെ ഓരോ ഇങ്ങനെ അവശേഷിപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും മഞ്ഞൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതുവരെ മഞ്ഞ് പിന്നെ അതിനുശേഷം പെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അമേരിക്കൻ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.